പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയതോടെ വഖഫ് നിയമ ഭേദഗതി ബിൽ ഇനി നിയമമാകാൻ രാഷ്ട്രപതിയുടെ അംഗീകാരം മാത്രം മതി. സാമൂഹിക സാമ്പത്തിക നീതി ഉറപ്പാക്കുന്നതിൽ ബിൽ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബില്ലിനെതിരെ BSP ദേശീയ അധ്യക്ഷ മായാവതി രംഗത്തെത്തി. സർക്കാർ തിടുക്കത്തിൽ ബില്ല് പാസാക്കിയത് ഉചിതമായില്ല എന്നായിരുന്നു പ്രതികരണം. ബില്ലിനെ അനുകൂലിച്ച പാർട്ടി നിലപാടിൽ പ്രതിഷേധിച്ച് ബീഹാറിലെ JDU ന്യൂനപക്ഷ വിഭാഗം സെക്രട്ടറി ഷാനവാസ് മാലിക് രാജിവെച്ചു. വിനീത VG വിശദാംശങ്ങളുമായി. വിനീത, അങ്ങനെ കൂടുതൽ പ്രതികരണങ്ങൾ വരികയാണ്. ഇതിൽ എതിർസ്വരങ്ങൾ ഉയർന്നു കേൾക്കുന്നു കൂടുതലായി. പക്ഷേ ഇനിയിപ്പോൾ അത് നിയമമാകാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം മതി. രാഷ്ട്രപതി ഒപ്പിട്ടാൽ അത് നിയമമായി മാറുകയാണ്. ആ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രതിപക്ഷത്തിന്റെ എല്ലാ ആവശ്യങ്ങളും ഭേദഗതികളും എല്ലാം തള്ളിക്കളയപ്പെടുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ലോക്സഭ കടന്നതിന് പിന്നാലെ ഇന്നലെ രാത്രിയോടുകൂടി ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ ഈ രാജ്യസഭയിലും ബില്ല് പാസാക്കപ്പെട്ടിരിക്കുന്നു. 95 അംഗങ്ങൾ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. 128 പേർ ബില്ലിനെ അനുകൂലിച്ചും വോട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ അംഗങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള അവരുടെ ഭേദഗതികളും നിർദ്ദേശങ്ങളും എല്ലാം വോട്ടിനിട്ട് തള്ളുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികൾ രാജ്യസഭയിലും ഇന്നലെ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം ഈ ബില്ല് അനുജ സൂചിപ്പിച്ചതുപോലെ ഇനി ഈ ബില്ല് രാഷ്ട്രപതിയുടെ കൈകളിലേക്ക് എത്തും. രാഷ്ട്രപതി അതിൽ ഒപ്പുവെക്കുന്നതോടുകൂടി വഖഫ് നിയമ ഭേദഗതി ബില്ലിന് നിയമമായി മാറും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നോർമൽ പ്രൊസീജിയർ മാത്രമാണ് ഇനി നിലവിലുള്ളത്. ഇതിനോടകം തന്നെ ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ JDUവിലെ അടക്കമുള്ള അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ബീഹാറിൽ നിന്നുള്ള ന്യൂനപക്ഷ വിഭാഗം സെക്രട്ടറിയാണ് ഇപ്പോൾ JDU ഷാനവാസ് മാലിക്കാണ് അദ്ദേഹത്തിന്റെ രാജി അറിയിച്ചിരിക്കുന്നത്. അതായത് ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ആശങ്കപ്പെടുത്തുന്നതാണ് ഈ നിലപാടെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. എന്താണെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ ഇനി ഒന്നിച്ചാലോചിച്ച് ഇക്കാര്യത്തിൽ ഏത് നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള കാര്യങ്ങളിൽ ഒന്നിച്ചാലോചിക്കുമെന്നാണ് നമുക്ക് നേതാക്കളുമൊക്കെയായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആവശ്യമെങ്കിൽ പ്രതിഷേധങ്ങളിലേക്ക് അടക്കം കടക്കാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട് എന്ന് നേതാക്കൾ പറയുന്നുണ്ട്. ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി തായ്ലൻഡിലാണ് നിലവിലുള്ളത്. പ്രധാനമന്ത്രി ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു എക്സ്പോസ്റ്റിൽ പ്രതികരണം വന്നിട്ടുണ്ട് പ്രധാനമന്ത്രിയുടേത്. വഖഫ് ബിൽ സാമൂഹിക സാമ്പത്തിക നീതി സുതാര്യത എന്നിവ ഉറപ്പാക്കുന്നതിൽ നിർണായക ഒരു പങ്ക് വഹിക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെയും പ്രതികരണം വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ പാർലമെന്റിലെ ചർച്ചകളിൽ പങ്കെടുക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത എല്ലാവർക്കും നന്ദിയെന്നും പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും പ്രധാനമന്ത്രി തന്നെ പറയുന്നത് മുസ്ലിം സ്ത്രീകളുടെയും ഒപ്പം തന്നെ ദരിദ്രരായ മുസ്ലിമുകളുടെയും താല്പര്യങ്ങൾക്ക് ഇതിനു മുൻപ് ഉണ്ടായിരുന്ന ഈ വഖഫ് സമ്പ്രദായം അത് ദോഷം ചെയ്തു എന്നാണ് പറയുന്നത്. പതിറ്റാണ്ടുകളായി വഖഫ് സമ്പ്രദായം സുതാര്യതയുടെയും ഒപ്പം തന്നെ ഉത്തരവാദിത്തത്തിന്റെയും അഭാവത്തിലായിരുന്നു. ഈ ഭേദഗതിയോടുകൂടി അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി തന്നെ പറയുന്നുമുണ്ട്. ഓരോ പൌരന്റെയും അന്തസ്സിന് മുൻഗണന നൽകുന്നതിൽ ഞങ്ങൾ എന്നും പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട്. ശക്തമായ പ്രതിഷേധം തന്നെയാണ് നമുക്ക് ലോക്സഭയ്ക്ക് സമാനമായി രാജ്യസഭയിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് മതേതരത്വത്തിന് എതിരാണെന്നും ഒരു വിഭജനം ഭാരതത്തിലെ ജനങ്ങളെ ബില്ലിലൂടെ വിഭജിക്കുകയാണെന്നുമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആരോപണം. പക്ഷേ സുതാര്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന കിരൺ റിജിജു ഇന്നലെയും രാജ്യസഭയിൽ ചൂണ്ടിക്കാട്ടി. മുൻപ് വിഷയങ്ങൾ ഉൾപ്പെടെ ഇന്നലത്തെ ചർച്ചയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അനുജ, വഖഫ് ബിൽ നിയമമാകാൻ ഇനി രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ മാത്രം മതി. ആ ഘട്ടത്തിൽ കൂടിയാണ് കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ പുറത്തുവരുന്നത്.